ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ ഭാര്യയെ സന്തോഷവതിയായി ഇരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. നിർബന്ധമായിട്ടും ഭർത്താക്കന്മാർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അതായത് അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരുപാട് ഹാപ്പി ആകുമെന്ന് മാത്രമല്ല, അതിലൂടെ നിങ്ങളുടെ സന്തോഷവും കൂടി വർദ്ധിക്കാനായിട്ട് അത് കാരണമാകും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് ഉറപ്പായും ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു കാര്യം കുറെ കേട്ടതാണ്, അതല്ലെങ്കിൽ ഇത് അറിയാവുന്നതാണ് എന്നുള്ളത്, പക്ഷെ ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വ്യക്തിക്ക് നമുക്ക് അവരോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് സമയം എന്നുള്ളത്. നമ്മുടെ കയ്യിൽ ഏറ്റവും കുറവുള്ളതും, അതായത് നമ്മളത് യൂസ് ചെയ്യുന്നത് പോലെ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്കത് വേണ്ട പോലെ ഉപയോഗിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. സോ അങ്ങനെ ഒരു സംഭവമാണ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈം അവർക്ക് വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എന്നുള്ളതാണ്. മാത്രമല്ല, എല്ലാ ഭാര്യമാരും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു 916 ഗോൾഡ് വാങ്ങി കൊടുക്കണമെന്നൊന്നും അവരാരും പറയുന്നുണ്ടാവില്ല. ഇനിയിപ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതൊന്നും കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ചില ആളുകളുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ പറഞ്ഞിട്ട് എപ്പോഴും അവർ അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ തിരക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം, അതുകൊണ്ട് തന്നെ സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ ഡെയിലി ജസ്റ്റ് ഒരു 10 മിനിറ്റ് മാത്രം അവർക്ക് വേണ്ടി സമയം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും വേണ്ടി വരില്ല എന്നുള്ളതാണ്. ആ കുറച്ച് സമയത്തിന്റെ ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആവും എന്നുള്ളതാണ് ശരിക്കുമുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യമെങ്കിലും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. ഇതുവരെ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യം തന്നെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് വളരെയധികം പ്രാധാന്യം റിലേഷൻഷിപ്പിലുണ്ട്. സോ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹം അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ചില ഭർത്താക്കന്മാർ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം സ്നേഹമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കില്ല എന്നുള്ളതാണ്. അതായത് പുരുഷന്മാർ പൊതുവെ എങ്ങനെയാണ്, ഒരുപാട് എക്സ്പ്രസീവ് ആയിരിക്കില്ല. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം എക്സ്പ്രസീവ് ആയിരിക്കും. സെയിം ടൈം അവർ സ്നേഹിക്കുന്ന ആളിൽ നിന്നും അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതായത് അവരുടെ സ്നേഹം പുറത്ത് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. സോ ഇവിടെ എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരുഷന്മാർ മീൻസ് ഭർത്താക്കന്മാര് അവർക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടെന്നുള്ളത് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല, പക്ഷെ ഭാര്യമാർ അത് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഭർത്താക്കന്മാർക്ക് തങ്ങളോട് തീരെ സ്നേഹമില്ല എന്നാണ് ഭാര്യമാര് വിചാരിക്കുന്നുണ്ടാവുക. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കുക, ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഭർത്താവിൽ നിന്ന് ഒരു കിസ്സോ ഹഗ്ഗോ അല്ലെങ്കിൽ ഒന്ന് ചേർന്നിരിക്കണം എന്നുള്ളതൊക്കെ. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് ഈ രീതിയിൽ അവരോട് പെരുമാറുക. അതായത് അവർ നിൽക്കുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് ഹഗ് ചെയ്യാം, ജസ്റ്റ് ഒരു കിസ് കൊടുക്കാം, അതുപോലെ തന്നെ അവരെ ചേർത്ത് നിർത്തി കുറച്ച് നേരം നിങ്ങൾക്ക് സംസാരിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇവിടെ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഡെയിലി നിങ്ങൾ ഒരു 5 കിസ്സോ 10 ഹഗ്ഗോ കൊടുക്കണം എന്നൊന്നുമല്ല, അങ്ങനെ കണക്ക് വെച്ച് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരോടൊന്ന് പെരുമാറാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും മാത്രമായി ചെറിയൊരു ട്രിപ്പൊക്കെ ഇടയ്ക്ക് പോവുക എന്നുള്ളതാണ്. എപ്പോഴും പോകണമെന്നൊന്നുമില്ല, വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ പോയാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ട്രിപ്പ് പോകുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലി ചിലപ്പോൾ വലിയൊരു കൂട്ടുകുടുംബമൊക്കെ ആയിരിക്കാം, അതേപോലെ നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇവരാരെയും കൂട്ടാതെ നിങ്ങൾ മാത്രമായിട്ട് പോവുക. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തെ ഒറ്റപ്പെടുത്തണമെന്നൊന്നും അല്ല പറയണത്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. പക്ഷെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരും മാത്രമായിട്ടുള്ള സമയമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത്. സോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള നല്ല മൊമെന്റ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും മാത്രമായിട്ട് തന്നെ പോകണം. മാത്രമല്ല, ഇത് എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നതാണ്, ഭർത്താവിന്റെ കൂടെ ഒരു യാത്ര. അത് രണ്ടുപേരും മാത്രമായിട്ടൊരു യാത്ര എന്നുള്ളത് എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ഭാര്യമാര് അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ആഗ്രഹിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ദൂരേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ വലിയ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണമെന്നൊന്നും അല്ല. പക്ഷെ നിങ്ങൾ അടുത്തുള്ള ഒരു സ്ഥലമാണെങ്കിൽ പോലും രണ്ടുപേരും ഒരുമിച്ച് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ഭാര്യയെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ചെറിയൊരു ട്രിപ്പൊക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതും എല്ലാ ഭാര്യമാരെ സംബന്ധിച്ചും ഒരുപാട് സന്തോഷമുള്ളതാണ്. നിങ്ങളുടെ ഭാര്യയ്ക്കും അങ്ങനെ തന്നെ ആയിരിക്കും, ഒരുപാട് സന്തോഷം അവർക്കത് കൊടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവരുടെ നല്ല സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ബർത്ത്ഡേ എന്ന് മാത്രമല്ല പറയുന്നത്, അതല്ലാതെ ചിലപ്പോൾ അവർ ഒരുപാട് വിജയങ്ങൾ കൈവരിച്ച കുറെ ദിവസങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ നല്ല മൊമെന്റ്സ് വരുന്ന ഓരോ ദിവസങ്ങളും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഫുഡൊക്കെ ഒന്ന് പുറത്തുനിന്നൊക്കെ വരുത്താം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കുക്ക് ചെയ്ത് അവർക്ക് വേണ്ടി കൊടുക്കാം, സ്പെഷ്യൽ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാം. ഇത്തരത്തിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡേയ്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ
മിക്കവരും ചെയ്യുന്നതാണ് ബർത്ത്ഡേസ് മാത്രം സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ബർത്ത്ഡേസ് മാത്രമല്ല നമുക്കുള്ളത്, മറ്റു പല ദിവസങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. സോ ആ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വരുന്നതിൽ പെട്ടെന്ന് വരുന്ന ദിവസങ്ങളായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ ലഭിക്കുന്ന ഡേയ്സ് എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടൊക്കെ നമ്മളിലേക്ക് വരുന്നതാവാം. സോ ആ ഡേയ്സും അങ്ങനെ എല്ലാ ദിവസങ്ങളും മീൻസ് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ഡേയ്സ് എല്ലാം തന്നെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിലുള്ള സെലിബ്രേഷൻസ് എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചും അവർക്ക് കിട്ടുന്ന അംഗീകാരവും അതുപോലെ തന്നെ റെസ്പെക്റ്റും ആയിട്ടാണ് കാണുന്നത്. സോ എല്ലാവരും ഇത് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. ഇനി അഞ്ചാമതൊരു പോയിന്റ് എന്ന് പറയുന്നതാണ് അവർക്ക് ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് കൊടുക്കുക എന്നുള്ളത്. ബ്രേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതായത് അവർ ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാവും ജോലിക്ക് പോകേണ്ടി വരിക. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്ത് അവരെ സ്കൂളിലേക്ക് എല്ലാം അയച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവർ ജോലിക്ക് പോകുന്നുണ്ടാവുക. സോ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ജോലികൾ ചെയ്യുക, ഓഫീസിൽ പോവുക, പിന്നെ അവിടുന്ന് വൈകിട്ട് വന്ന് വൈകുന്നേരത്തേക്കുള്ള പണികൾ ചെയ്യുക, പിറ്റേ ദിവസം ഇതേപോലെ എല്ലാ ദിവസവും അതേ രീതിയിലാവും കാര്യങ്ങൾ പോകുന്നുണ്ടാവുക എന്നുള്ളതാണ്. സോ ഇവർക്ക് ഒരു ദിവസം ഇരിക്കണം എന്ന് ഇവർ വിചാരിക്കുന്നുണ്ടാവുക സൺഡേസിൽ മാത്രമായിരിക്കും. സൺഡേ കിട്ടുകയാണെങ്കിലും സമാധാനമായിട്ട് കിടന്നുറങ്ങണം എന്ന് വിചാരിക്കുന്നവരായിരിക്കും ഒട്ടുമിക്ക അമ്മമാരും അല്ലെങ്കിൽ ഒട്ടുമിക്ക ഭാര്യമാരും. പക്ഷേ ഇവർക്ക് വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേസിലും നേരത്തെ എഴുന്നേക്കേണ്ടി വരും, വീട്ടിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. അന്നായിരിക്കും വീട് മുഴുവൻ അടിച്ചു തുടച്ച് വൃത്തിയാക്കി നല്ല ക്ലീൻ ആക്കി വെക്കുന്നത് എന്നുള്ളതാണ്. സോ എല്ലാ ദിവസവും ഇവർക്ക് പണിയാണ്, വീട്ടിൽ എല്ലാ ദിവസവും ഇവർക്ക് കുറേ പണികൾ ചെയ്യാനുണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കുക എന്നുള്ളത് ചിലപ്പോൾ ഇവർ പറയാൻ മാത്രമേ പറ്റുണ്ടാവുള്ളൂ, റെസ്റ്റ് എടുക്കാനൊന്നും സമയം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അവർക്ക് ബ്രേക്ക് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അവർ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ മീൻസ് അടുക്കള പണിയൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിലുള്ള ഭാര്യമാർക്കൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിലൊന്ന് ജസ്റ്റ് പോയി ഹെൽപ്പ് ചെയ്യാം. എന്നിട്ട് അവരുടെ അടുത്ത് നീ ഇന്ന് റെസ്റ്റ് എടുത്തോ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് സഹായിക്കാം. ഇനിയിപ്പോൾ അങ്ങനെയല്ല നിങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അത്രയ്ക്ക് നിങ്ങൾ അറിയാത്ത ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് വരുത്താം. ഇടയ്ക്കൊക്കെ ഇത്തരത്തിൽ ഡിന്നറോ അല്ലെങ്കിൽ അങ്ങനെ ഫുഡൊക്കെ പുറത്തുനിന്ന് വരുത്തി കഴിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്യാഷ് കളഞ്ഞാൽ നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യണമെന്നല്ല പറയണത്. പക്ഷേ പറ്റുന്ന സമയങ്ങളിൽ എപ്പോഴും എന്ന് പറയുന്നില്ല, മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യാം. പുറത്തുനിന്ന് ഫുഡൊക്കെ വരുത്തിയിട്ട് എല്ലാവരും കൂടി ഒന്ന് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാം. ഇതൊക്കെ വളരെയധികം എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നതാണ്. എന്ന് കരുതി ഭാര്യമാരെ ആഡംബരം കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നോ അല്ലെങ്കിൽ പൈസ ചെലവാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നൊന്നും വിചാരിക്കരുത്. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെയാണ് എല്ലാ ഭാര്യമാർക്കും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസത്തെ ബ്രേക്ക് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പണികളെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ കുക്കിങ്ങിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈൽസ് കൊണ്ടുവരാം, നിങ്ങളുടേതായിട്ടുള്ള വിഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അവരെ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു ദിവസം ഒന്ന് അനുവദിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്കൊന്ന് ചെയ്തു കൊടുക്കുക. ഇപ്പം ഞാൻ ഈ വീഡിയോ പറയുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയണതാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് എപ്പോഴേ മനസ്സിലായ കാര്യങ്ങളാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് പലരും ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് അറിയാമെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതായത് ഇപ്പം ഇതൊക്കെ അറിയാം പക്ഷെ ഞാൻ ചെയ്ത് കൊടുക്കില്ല അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ വയ്യ എന്ന് വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയുടെ മുഖത്തുള്ള സന്തോഷവും അവരുടെ ജീവിതത്തിലുള്ള സന്തോഷവും ഹാപ്പിനെസ് ഒക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശം കൊണ്ടുവരണം എന്നുള്ളതാണ്. അവരെത്രത്തോളം ഹാപ്പിയാണോ അതിൻ്റെ ഇരട്ടി നിങ്ങളെ ഹാപ്പി ആക്കാൻ നിങ്ങളുടെ ഭാര്യമാർക്ക് കഴിയും എന്നുള്ളതാണ്. സോ നിങ്ങൾ ആദ്യം അവരുടെ സന്തോഷം നോക്കുക, നിങ്ങളുടെ സന്തോഷം തനിയേ വന്നോളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് ചെയ്ത് കൊടുക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്